പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഈശോയോട് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രഭാതം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹജീവികൾക്കും അനുഗ്രഹമായി മാറണമേ. അങ്ങയുടെ കാരുണ്യത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ ഈ പ്രഭാതത്തിലൂടെ അനുഗ്രഹിക്കണമേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം: വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കരുത്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് പ്രകാശം. ഈ പ്രകാശമുള്ളിടത്തോളം നമ്മൾ സന്തോഷമുള്ളവരായിട്ട് ജീവിക്കും. എന്നാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ പ്രകാശം അണഞ്ഞു പോയാൽ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ദുഃഖങ്ങൾ പടർന്നു കയറുവാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പ്രകാശം? ഈ പ്രകാശം എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് പറ്റും? സത്യത്തിൽ ഇരുട്ടെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം നിന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വരിക? ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട: ഇരുട്ടെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമില്ല. എവിടെയാണോ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നത് അവിടേക്ക് പതുക്കെ പതുക്കെ കയറി വരുന്ന ഒരു ഭാവം മാത്രമാണ് ഇരുട്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശമുള്ളിടത്ത് നിന്ന് ഇരുട്ട് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി പോകുന്നത് കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ ദൈവിക ജ്ഞാനത്തിലും വിശ്വാസത്തിലും ഭക്തിയിലും തൻ്റെ ജീവിതത്തെ പതുക്കെ പതുക്കെ വളർത്തിയെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ആ വ്യക്തി പ്രകാശത്തിൻ്റെ ഉടമയായിട്ട് മാറും. പ്രകാശമുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറും. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിലനിൽക്കാത്ത യാഥാർത്ഥ്യമാണ് ഇരുട്ട്. നിങ്ങളൊരു ദീപം കൊളുത്തി വയ്ക്കുമ്പോൾ അവിടെ നിരുട്ട് അപ്രത്യക്ഷമായി പോകുന്നത് പോലെ ദൈവിക ജ്ഞാനത്തിലും കൃപയിലും വിശ്വാസത്തിലും വളർച്ച പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഇരുട്ട് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കും, അകന്നു പോയിരിക്കും. അതുകൊണ്ട് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രകാശത്തെ മറച്ചു വെച്ച് ജീവിക്കേണ്ട വ്യക്തിയല്ല നീ. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഈ പ്രകാശത്തെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയ്ക്ക് ഉതകുന്ന പ്രകാശമാക്കി രൂപപ്പെടുത്തി ജീവിതത്തെ മുൻപോട്ട് നയിച്ചു കൊണ്ടു പോകേണ്ട ആളാണ് നീ. അതിനെന്ത് ചെയ്യണം? ഈ പ്രകാശം നിലനിൽക്കുവാൻ ദൈവവുമായി നിരന്തരമായൊരു ബന്ധം ജീവിതത്തിൽ പുലർത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്ധകാരത്തിൽ, കണ്ണുനീരിൽ, ദുഃഖത്തിൽ എല്ലാ ദിവസവും കഴിയുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും അരൂപിക്കും ദൈവത്തോടുള്ള ധ്യാനത്തിനും പ്രാധാന്യം കൊടുക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ വന്ന് നിറയുമ്പോൾ നീ പ്രകാശമുള്ളവനായിട്ട് മാറും. പിന്നീട് നിന്റെ ജീവിതത്തിൽ ഇരുട്ടിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാവുകയില്ല. അത് നിന്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിക്കൊള്ളും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇരുട്ടിൻ്റെ ഭാഗമാകില്ല. നിനക്ക് പിന്നീട് കരയേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ എവിടെയാണ് തപ്പിത്തടയുന്നത്? ഇരുട്ടിനകത്താണ്. എവിടെയാണ് ഒരു മനുഷ്യൻ തട്ടിത്തടഞ്ഞ് വീഴുന്നത്? ഇരുട്ടിനകത്താണ്. എവിടെയാണ് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഇരുട്ടിൽ നിന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവനെ ഭയപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ഒരു സൃഷ്ട വസ്തുക്കൾക്കും കഴിയുകയില്ല. അവൻ വീഴ്ച വരുവാൻ ഒരിക്കലും ഒന്നും അവൻ്റെ പാതയിൽ ഉണ്ടാവുകയില്ല. കാരണം പ്രകാശത്തിൽ നടക്കുന്ന വ്യക്തിയാണ്. നീയും നിന്റെ ഉള്ളിലെ ദീപത്തെ ഊതി കത്തിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. യേശുവേ, ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകണമേ, വിശുദ്ധിയുടെ പ്രകാശം നൽകണമേ, പ്രത്യാശയുടെ വെളിച്ചം നൽകണമേ. അങ്ങനെ എൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെതായി മാറണമേ. ആമേൻ.